യാത്രയയപ്പ് പോലും നൽകാതെ അപമാനിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രശംസിച്ച് സംസ്ഥാന സർക്കാർ. ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് മാതൃകാപരമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരുന്ന സമയത്ത് മന്ത്രിമാരുമായി ചർച്ച നടത്തിയത് സർക്കാർ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതിയുടെ റഫറൻസ് കേസിലെ വാദത്തിലാണ് സർക്കാർ നിലപാട് വിശദീകരിച്ചത്. SFIയും ഇടത് സംഘടനകളും വഴിയിൽ തടഞ്ഞിട്ടും ചെറുവിരൽ അനക്കാത്ത സർക്കാരിന്റെ പ്രശംസാ വാർത്തയാക്കി ദേശീയ മാധ്യമങ്ങളും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയുമാണ് ചേരുന്നത്. ആദ്യം ജിഷ്ണു കൃഷ്ണനിലേക്ക്. ജിഷ്ണു, ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് തന്നെ ഞെട്ടലാണ്. കാരണം ഇങ്ങനെയൊക്കെ നിറം മാറാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു പോകും. ആ ഒരു രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് സുപ്രീം കോടതിയിൽ നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. ഒരു വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ. എന്തായാലും ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്? ആ ഒരു വിശദീകരണം. രാഖി, ബില്ലുകളിൽ ഒപ്പിടുന്നതിന് ഗവർണർക്കും രാഷ്ട്രപതിക്കുമെല്ലാം സമയപരിധി നിശ്ചയിച്ച വിഷയത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി വാദം നടക്കുന്നത്. ആ വാദത്തിനിടയിലാണ് കേരള സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ വാദം സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുമ്പോഴായിരുന്നു മുൻ കേരള ഗവർണർ, നിലവിൽ ബീഹാറിലെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു, അത് ഗവർണർമാർ പിന്തുടരണം തുടങ്ങിയിട്ടുള്ള പ്രശംസിക്കുന്ന വാക്കുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് കേരളം പറഞ്ഞു വെക്കുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ഗവർണർമാർ ശ്രമിക്കുന്നു. എന്നാൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരം അവസരങ്ങളിൽ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. അത്തരം ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ, അല്ലെങ്കിൽ സർക്കാരും ചാൻസലറും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിമാരുമായി ചർച്ചകൾ നടത്തി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു എന്ന വിഷയമാണ് കേരള സർക്കാർ സുപ്രീം കോടതിക്ക് മുൻപാകെ കാണിച്ചിട്ടുള്ളത്. കോടതി നേരത്തെ ബില്ലുകളിൽ ഒപ്പുവെക്കുന്നതിന് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ഉൾപ്പെടെ സമയപരിധി നിശ്ചയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 14 ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റഫറൻസ് സുപ്രീം കോടതിയിലെത്തിയത്. ഭരണഘടന നിശ്ചയിക്കാത്ത സമയപരിധി കോടതി ഉത്തരവിലൂടെ ഗവർണർക്കും രാഷ്ട്രപതിക്കും തീരുമാനിക്കാൻ സാധിക്കുമോ എന്നായിരുന്നു രാഷ്ട്രപതിയുടെ പ്രധാന ചോദ്യം. അതിൽ വാദം നടക്കവെയാണ് മുൻ ഗവർണറെ പ്രശംസിച്ചുകൊണ്ടും ഗവർണറുടെ നടപടി മാതൃകാപരമായിരുന്നുവെന്നും ഈ ഗവർണർമാർ ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി മാതൃകയാക്കണമെന്നുമുള്ള വാദം ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആയിരിക്കുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ നടന്നിട്ടുള്ള സർക്കാരിൻ്റെ പിടിവാശിയും ഒപ്പം ഗവർണർ എടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടുകളുടെയും എല്ലാ വാർത്തകൾ നിരന്തരം തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലൊരു ഔദ്യോഗികമായ യാത്രയയപ്പ് പോലും നൽകാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടിട്ടുള്ളത്. ആ ഗവർണറുടെ നടപടി മാതൃകാപരമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാഖി, ശാലിനിയിലേക്ക് കൂടി പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി, ഗവർണറെ സംബന്ധിച്ചിടത്തോളം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു യാത്രയയപ്പ് പോലും നമ്മുടെ സർക്കാർ നൽകിയില്ല എന്ന് മാത്രമല്ല, കിട്ടുന്ന അവസരത്തിനൊക്കെ അദ്ദേഹത്തെ അപമാനിക്കാനും സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി. SFIയും ഇടത് സംഘടനകളും വഴിയിൽ തടഞ്ഞു. എന്നിട്ടും ഈ സർക്കാർ ചെറുവിരൽ അനക്കിയിട്ടില്ല. ആ സർക്കാർ തന്നെയല്ലേ ഇപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ നടപടികളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിലപാട് വിശദീകരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരിയാണ്. രാഖി, തീർച്ചയായും അത് തന്നെയാണ്. 2019 മുതൽ 2025 വരെ കേരളത്തിൻ്റെ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപക്ഷെ മറ്റ് ഗവർണർമാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിലപാട് കൊണ്ട് അദ്ദേഹം എപ്പോഴും വ്യത്യസ്തനായിരുന്നു. കാരണം ഒരു കാര്യം അദ്ദേഹം പറഞ്ഞാൽ ശരിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ശരിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് ആ ഗവർണർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണിലെ കരടായി അവരുടെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നൊരു ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം 2025 അദ്ദേഹത്തിന്റെ ചുമതലകൾ ഒഴിഞ്ഞ് ബീഹാറിലേക്ക് പോകുമ്പോഴടക്കം സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായ ഒരു യാത്രയയപ്പ് നൽകേണ്ടതാണ്. ആ യാത്രയയപ്പ് പോലും നൽകാതെയാണ് ഗവർണറെ ഇവിടെ നിന്നും മടക്കിയത്. അദ്ദേഹം മടങ്ങിയത്. അതിനുശേഷം പിന്നീട് ഒരു തവണ അദ്ദേഹം ചില പരിപാടികൾക്കായി തിരുവനന്തപുരത്ത് വന്നിരുന്നു. വിവിധ പരിപാടികൾ പങ്കെടുത്ത് മടങ്ങുകയും ചെയ്തു. പക്ഷേ പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ വേദികളിലും ഒപ്പം തന്നെ അല്ലാതെയുമൊക്കെ പാർട്ടി സെക്രട്ടറി മുതൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് പറയാൻ പറ്റാത്ത
രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല തിരുവനന്തപുരത്തടക്കം അദ്ദേഹത്തിനെ തടയാൻ നിന്നിരുന്ന SFIക്കാർ, ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആസ്ഥാനത്തിൻ്റെ ഈ കവാടത്തിന് മുൻപിലൊക്കെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ വിമർശിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ, അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾക്കപ്പുറം ബാനറുകൾ അടക്കം കെട്ടി അതിനെയൊക്കെ നിശിതമായി വിമർശിച്ചുകൊണ്ട് SFIക്കാരെ പോരിന് വാട എന്ന് വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് നമ്മൾ കണ്ടതാണ്. സദാനന്ദപുരത്ത് ഒരു പരിപാടിക്ക് പോകുമ്പോൾ നടു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഗവർണറെ, അവിടെ നിന്ന് അമിത്ഷായെ വിളിച്ച് നേരിട്ട് തന്നെ ആ വിശദാംശങ്ങൾ പറഞ്ഞൊരു ഗവർണറെ നമുക്ക് അന്ന് നമ്മൾ കണ്ടിരുന്നു. ആ ഗവർണറെയാണ് അന്ന് അദ്ദേഹത്തിനെ വിമർശിക്കുകയും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം 6 വർഷത്തോളം അദ്ദേഹത്തിനെ രൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ തന്നെ ചെയ്ത സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കാല് മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്നൊക്കെ പറയുന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിനെ പരസ്യമായി പിന്തുണച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശരിയാണ് എന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന് വേണ്ടി വാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അല്ലെങ്കിൽ അവരുടെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ, തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരു ആൾ കേരളത്തിൽ ഇല്ല, അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. മാത്രമല്ല പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ വന്നതെങ്കിൽ പോലും ആ ബില്ലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ആരായാൻ, ഒപ്പം തന്നെ ബില്ലുകളിലെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ഉണ്ടായപ്പോൾ ഒപ്പം തന്നെ അത് ചൂണ്ടിക്കാട്ടാനും അതിലെ പോരായ്മകൾ മന്ത്രി അടക്കമുള്ളവർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയൊരു ഗവർണറെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചൊരു ഗവർണർ അത് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ മാത്രമായിരുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് അവരിപ്പോൾ കോടതിയിൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു പ്രതികരണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് മാറ്റം കാണുമ്പോൾ അതൊരു പരിഹാസ രൂപയുടെ മാത്രമേ നമുക്ക് കണ്ടിരിക്കാൻ കഴിയുള്ളൂ. കാരണം ഏകദേശം 6 വർഷക്കാലം അദ്ദേഹം പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു. സംസ്ഥാന സർക്കാരിനെ മുൾമുലയിൽ നിർത്തി നമ്മൾ കണ്ടതാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിലടക്കം എത്തില്ല എന്ന് പറഞ്ഞ ഗവർണറെ പിന്നീട് അനുനയിപ്പിച്ച് നിയമസഭയുടെ അകത്തളങ്ങളിലേക്ക് എത്തിച്ച സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും നിയമമന്ത്രിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അത്തരത്തിൽ വിമർശനം മാത്രം, അല്ലെങ്കിൽ നേരിട്ട് കണ്ടാൽ പോര് മാത്രം ഉണ്ടാക്കിയ ഒരു സർക്കാർ, ഒരേ വേദിയിൽ എത്തിയാൽ മുഖത്തോട് മുഖം നോക്കാത്ത മുഖ്യമന്ത്രി, ഒരേ വേദിയിൽ എത്തിയാൽ ഒരു കൈ കൊടുക്കാത്ത, അല്ലെങ്കിൽ 2 ഭാഗത്തേക്ക് നോക്കിയിരുന്ന ഗവർണറും മുഖ്യമന്ത്രിയും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മുൻ ഗവർണർ ശരിയായിരുന്നു എന്നൊരു നിലപാട് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ മുൻപാകെ എത്തിയിട്ടുള്ള ബില്ലുകളിലടക്കം തിരിച്ചടി ഉണ്ടാകാതിരിക്കാനും മുഖം രക്ഷിക്കാനും ഞങ്ങൾ ഗവർണർക്കൊപ്പമായിരുന്നു എന്നുള്ളൊരു രീതിയിൽ വരുത്തി തീർക്കാനുമുള്ള ശ്രമമായി മാത്രമേ നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇതിലൊരു ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇനി ബീഹാറിൽ നിന്ന് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തുനിന്ന് വരുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. എന്തായാലും അദ്ദേഹം ഇവിടെ നിന്ന് പോയപ്പോഴെങ്കിലും അദ്ദേഹം ശരിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റിക്കൊണ്ടാണ് എങ്കിൽ പോലും അത് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും ഒരു രീതിയിലും അനുനയത്തിന് നിൽക്കാതെ നിന്ന ഒരു ഗവർണറെയാണ് ഇപ്പോൾ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ ഒരു സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ശേഷം തുടർന്ന് വന്നിട്ടുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും പല ഘട്ടങ്ങളിലും ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിമർശിക്കുന്നുണ്ട്, പാർട്ടി സെക്രട്ടറി വിമർശിക്കുന്നുണ്ട്. അവിടെയും ഒരു മാറ്റം വരുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലപാട് മാറ്റുകയാണ്, നിലപാട് മയപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ. ഒടുവിൽ സുപ്രീം കോടതിയിൽ അടക്കം മുൻ ഗവർണറെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുൻ ഗവർണർ ശരിയായിരുന്നു എന്നുള്ളത് ഏറ്റവും ഒടുവിലെങ്കിലും സുപ്രീം കോടതിയിലെങ്കിലും സമ്മതിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയും കൂട്ടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ തടഞ്ഞ SFIക്കാർ, ഒപ്പം തന്നെ ഇടത് നേതാക്കന്മാർ, ഒപ്പം തന്നെ DYFIയുടെ പ്രവർത്തകരടക്കമുള്ളവർ ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം സാക്ഷാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അറിവോടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അഭിഭാഷകർ ഇത്തരത്തിൽ കോടതിയിൽ ഈ നിലപാടുകൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തുടർച്ചയായി SFIക്കാർക്കും DYFIക്കാർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നിലപാട് മാറ്റത്തെയും കാണേണ്ടിയിരിക്കുന്നു. കാര്യം സാധിക്കാൻ ഒരു നിലപാട് മാറ്റം, നിലപാട് മയപ്പെടുത്തൽ, അതാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇടത് സർക്കാരിൻ്റെ ഈ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി.